ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സെമി കണ്ടക്ടറിലെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ കൺസിസ്റ്റ് ഓഫ് 2 ഡയോഡ്സ് ഈച്ച് വിത്ത് എ ഫോർവേഡ് ആക്സസ് റെസിസ്റ്റൻസ് ഓഫ് 50 ohm ആൻഡ് ഇൻഫിനിറ്റ് ബാക്ക്വേർഡ് റെസിസ്റ്റൻസ്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ 100 ohm റെസിസ്റ്റൻസ് ഫോർ ദ ഗിവൺ സർക്യൂട്ട്. ഇവിടെ നമുക്ക് രണ്ട് ഡയഗ്രങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ 1 നമുക്ക് നോക്കാം. ഫിഗർ 1 നമുക്ക് നോക്കിയാൽ കാണാം 6 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ്. D1 എന്നുള്ളത് ഫോർവേഡ് ബയാസ്ഡും D2 റിവേഴ്സ് ബയാസ്ഡും ആണ്. ഓക്കെ, അപ്പോൾ D1ൻ്റെ റെസിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത് 50 ohm എന്ന് പറയുന്നത്. D1 ഡയോഡ് ഓഫർ ചെയ്യുന്ന ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് 50 ohm എന്ന് പറയുന്നത്. അതിൻ്റെ റിവേഴ്സ് ബയാസ് കണ്ടീഷനുള്ള റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. സോ റിവേഴ്സ് ബയാസിൽ D2 റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ആ സർക്യൂട്ടിൽ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെത്രയാണ് കറണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിഗർ 1 നോക്കിക്കഴിഞ്ഞാൽ D1 ആണ് ഫോർവേഡ് ബയാസ്ഡ്, D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ D2 വിൽ നോട്ട് കണ്ടക്ട്. ഓക്കെ, D2 കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, നമ്മുടെ D1 മാത്രമാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് എന്താ പറയുക, ഇതിൽ D2 എന്ന് പറയുന്ന ഈ ഒരു ആക്സസ് എന്താണ് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിലൂടെ ഒന്നും ഉണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സസ് ദാറ്റ് ഈസ് D2 എന്ന് പറയുന്ന ഡയോടുള്ള സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കുന്നത് D1 മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ D1 വരുന്ന ഔട്ടർ സർക്യൂട്ടിലുള്ള നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് D1 ഓഫർ ചെയ്യുന്ന 50 ohm വരുന്നുണ്ട്. ദെൻ സീരീസിൽ ഒരു 150 ohm റെസിസ്റ്റർ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് 100 ohm റെസിസ്റ്റർ ഉണ്ട് അല്ലേ. ഈ D1ൻ്റെ 50, ഇത് 150, ഈ 100. സോ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 ohms ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ കറണ്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ. കറണ്ട് ത്രൂ 100 ohm റെസിസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. മീൻസ് ഇതിലൂടെയുള്ള കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു എന്താണ് വരിക, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു IR, നമ്മുടെ ഓംസ് ലോ ആണ് V ഈക്വൽ ടു IR. സോ I ഈക്വൽ ടു V/R എന്നുള്ള കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. 6 വോൾട്ടേജ് ബൈ 300, 6 വോൾട്ട് ബൈ 300 ohms. സോ 6/300 എന്ന് കിട്ടും. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് 1/50 ആംപിയർ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഫിഗർ നോക്കിയാലും അതെ, കറണ്ട് ഏതിലൂടെയാണ് പോവുക, D1 തന്നെയാണ് പോവുക. D2 അവിടെയും റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ഈ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എത്ര വരിക, 200 പ്ലസ് 100, ഈ 200, ഈ 100, ദെൻ D1ൻ്റെ റെസിസ്റ്റൻസ് വിച്ച് ഇസ് 50, ഇറ്റ് ഇസ് 350 ohms വരും ഇവിടെ. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 6/350 ആംപിയർ. ഓക്കെ, ഇതാണ് ഇതിൽ ആൻസർ വരാം. താങ്ക് യു.